Dear students, നമ്മൾ സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് മോഡ്യൂൾ അത്ര ഇമ്പോർട്ടൻറ്റ് മോഡ്യൂളൊന്നുമല്ല, ബേസ് ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പോയത്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വേസ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ആയിരുന്നു. വേസ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള 3 ടേംസും കൂടെയാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് മൊളാരിറ്റിയാണ് അടുത്തത് വരുന്നത്. ആറാമത്തത് മൊളാരിറ്റി, RITY. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ M ആണ് സിമ്പിൾ വരുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ആരാ സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് എടുക്കണം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? 3-4 ഇക്വേഷൻസ് ഉണ്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നിങ്ങളത് 11th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസിന്റെ ഫസ്റ്റ് ഇക്വേഷൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ, അത് മാസിൽ വെച്ചിട്ടുള്ളതാണ്. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോൾസിന്റെ സെക്കൻഡ് ഇക്വേഷൻ ഗിവൺ നമ്പർ ബൈ അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസിന്റെ തേർഡ് ഇക്വേഷൻ ഗിവൺ ലിറ്റർ ബൈ 22.4 ലിറ്റർ. അങ്ങനെ ആരുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം? സൊല്യൂട്ടിന്റെ. എന്നിട്ട് സൊല്യൂഷന്റെ വോളിയം ഏത് യൂണിറ്റിൽ എടുക്കണം? ലിറ്ററിന്റെ യൂണിറ്റിൽ എടുക്കണം. ഇതേ മൊളാരിറ്റിക്ക് പല ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാം കൂടെ പഠിച്ച് കൺഫ്യൂസിങ് ആക്കരുത്. ദ മോസ്റ്റ് ആൻഡ് ദ പ്രിഫേർഡ് ഇക്വേഷൻ ഞാൻ എപ്പോഴും പറയാറുള്ളത് മൊളാരിറ്റിക്ക് ഇതാണ്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ മതി, വേറെ ഒരു ഇക്വേഷൻ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? വോളിയത്തിനെ ലിറ്ററിലേക്ക് കൊണ്ടുവരണം. നമ്പർ ഓഫ് മോൾസ് ആദ്യമേ കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. വി വിൽ ഗെറ്റ് വാട്ട്? മൊളാരിറ്റി. മൊളാരിറ്റിയുടെ യൂണിറ്റ് വേറൊരു ടേംസിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് മോൾസ് പെർ ലിറ്റർ ഓർ ഫസ്റ്റ് 5 ലിറ്റേഴ്സ് മോളാർ എന്നായിരിക്കും യൂണിറ്റ് പറയുന്നത്. നിങ്ങൾ ആസിഡിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ 3 മോളാർ, 2 മോളാർ, 0.5 മോളാർ എന്നൊക്കെ നിങ്ങൾ ഇനി ടൈട്രേഷനിൽ നിങ്ങൾ 11th സ്റ്റാൻഡേർഡ് ടൈട്രേഷൻ വോളിമെട്രിക് അനാലിസിസിലേക്ക് കണ്ടതാണ്. ഇനി വോളിയത്തിന്റെ ടേം ഇക്വേഷനിൽ വന്നതുകൊണ്ട് തന്നെ ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ആര്? മൊളാരിറ്റി. അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് മൊളാലിറ്റി. മൊളാലിറ്റിയുടെ സിംബൽ ഈസ് സ്മോൾ ലെറ്റർ M. And the equation number of moles of solute by mass of solvent in kilogram. Mass of solvent in kilogram എന്ന് പറയും. And the unit moles per kilogram or molal എന്ന് പറയും. എന്തെന്ന് പറയും? മോളാൽ. ഇതെന്താണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. എന്താണ്? ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. ഇനി നോർമാലിറ്റി, ഇത് നമുക്ക് അത്ര യൂസ്ഫുൾ ഒന്നുമില്ല, എങ്കിലും ജസ്റ്റ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ ചില സ്ഥലത്ത് ആവശ്യം വരും. നോർമാലിറ്റി ഈസ് ഗിവൺ ബൈ മാസ് ഓഫ് ദി സൊല്യൂട്ട് എടുക്കും. എന്നിട്ട് ഇക്വിവാലന്റ് മാസ് ഓഫ് ദി സൊല്യൂട്ട് തന്നെയാണ് എടുക്കുന്നത് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. കാര്യം ഇതിലും വോളിയത്തിന്റെ ടേം വരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് ആയത്? കാര്യം ഇവിടെ വോളിയത്തിന്റെ ടേം വരുന്നില്ല. എവിടെയാ? മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ സാധനമാണ്. കാര്യം ഇതിൻ്റെ അകത്തൊരു ലാൽ ഇരിപ്പുണ്ട്, LAL. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന്റെ യൂണിറ്റ് വരുമ്പോൾ മോളാൽ, MOLAL. ഓക്കെ, ഇത്രയും 8 ഇക്വേഷൻസ് ആണ് വേസ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷനിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കാണുന്ന, NCERT തുടക്കത്തിൽ കാണുന്നത്. ഈ ഇക്വേഷൻസ് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും എന്ന് വിചാരിച്ച് എക്സാമിന് പോകുന്നത് സത്യത്തിൽ മണ്ടത്തരമാണ്. കാര്യം ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് ചോദിക്കാം. എന്നാൽ ഈ ഇക്വേഷൻ ചില നമുക്ക് ബിഗ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്ത് തുടങ്ങണമെങ്കിൽ ഈ ഇക്വേഷൻസ് നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ട് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കേണ്ടി വരും. ചില സമയത്ത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടും വരും. അതാണ് ഈ ചാപ്റ്ററിൽ ഈ ഇക്വേഷൻസിന്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു ചിക്കൂടെ എലാബറേറ്റ് ടോപ്പിക്കിലേക്കാണ്. ദാറ്റ് എലാബറേറ്റ് ടോപ്പിക് ഈസ് കാൾഡ് ദ സോലുബിലിറ്റി. ഓക്കെ, സോലുബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. ഏറ്റവും സിംപ്ലസ്റ്റ് സോലുബിലിറ്റിയുടെ എക്സ്പെരിമെന്റ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, നമ്മൾ കടയിലൊക്കെ പോയി നാരങ്ങ വെള്ളം കുടിക്കും. അപ്പോൾ അവരെന്തോ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് സോളിഡ് ആയിട്ടുള്ള പഞ്ചസാരയോ ഉപ്പോ ഇടും. അതിലേക്ക് വാട്ടർ, ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന വാട്ടറോ സോഡയോ ഇടും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? കലക്കി അതിനെ സോലുബിലിറ്റി അല്ലെങ്കിൽ അതിലേക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന പരിപാടി നിങ്ങൾ പലയിടത്തും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ആ ടോപ്പിക്കാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്, സോലുബിലിറ്റി. സോലുബിലിറ്റി നമ്മുടെ ഡിസ്കഷന്റെ എളുപ്പത്തിന് വേണ്ടി സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡും ഉണ്ട്, സോലുബിലിറ്റി ഓഫ് എ ലിക്വിഡ് ഇൻ ലിക്വിഡും ഉണ്ട്. നമ്മൾ ഇന്നത്തെ ഈ സെക്കൻഡ് മോഡ്യൂളിൽ സോലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ്, വാട്ട് ഈസ് സോലുബിലിറ്റി? ഡെഫിനിഷൻ ഒന്നും ചോദിക്കാറൊന്നുമില്ല. ബട്ട് ഒരു 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് മിനിമം നോളജ് ആയതുകൊണ്ട് നിങ്ങളത് നല്ല പെർഫെക്റ്റ് വേർഡിങ്ങിൽ തന്നെ യു ഷുഡ് ബി ഏബിൾ ടു ഡിഫൈൻ സോലുബിലിറ്റി. Solubility of a substance is defined as its maximum amount that can be dissolved in a specified amount of solvent.
ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്രമാത്രം സൊല്യൂട്ടിനെ എനിക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും എങ്കിൽ അതാണ് അതിൻ്റെ സോലിബിലിറ്റി. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു യൂണിറ്റിലൊന്നും സോലിബിലിറ്റി പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വരാറില്ല. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിൻ്റെ കറക്റ്റ് മർമ്മപ്രധാനമായിട്ടൊരു പോർഷനിലേക്കാണ് പോകുന്നത്. സോലിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. ഒരു സോളിഡിനെ എടുത്ത് ലിക്വിഡിൽ കലക്കാൻ ഉള്ള പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് ഇഷ്ടംപോലെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ നമ്മൾ ഒരു കാര്യമാണ് ലൈക്ക് ഡിസോൾവ്സിലെ, അതായത് പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിലെ ഡിസോൾവ് ആവും. ദാറ്റ് ഈസ് ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഒരു 8th സ്റ്റാൻഡേർഡ് ലെവൽ തൊട്ട് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ട്. സാച്ചുറേറ്റഡ് മീൻസ് നമുക്ക് അതിലേക്ക് ഇനി അഡീഷണൽ ആയിട്ട് ഒന്നും കലക്കി ചേർക്കാൻ പറ്റത്തില്ല. സാച്ചുറേറ്റഡ്, അപ്പം നിങ്ങൾ പഠിച്ച് നിങ്ങളെ തല സാച്ചുറേറ്റഡ് ആയി നിങ്ങൾ പറയും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും ഒരു 5 സെൻറ്റൻസും കൂടി പഠിക്കാനുള്ളെങ്കിൽ അത് പഠിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം നിങ്ങൾ ഫെഡപ്പാണ്. അതേപോലെ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് ഇട്ട് കലക്കി അതിൻ്റെ പരമാവധി അവസ്ഥയിലെത്തിയാൽ ഇറ്റ് ഈസ് കാൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമുക്ക് അതേ ടെമ്പറേച്ചറിൽ പിന്നെയും സൊല്യൂട്ടിനെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, അല്ലാതെ ആവശ്യമൊന്നുമില്ല. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമുക്ക് MCQനൊക്കെ വരാറുള്ളതാണ് ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ശ്രദ്ധിച്ചു വന്നാൽ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സോലിബിലിറ്റി ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ, സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻസിലെ സോലിബിലിറ്റിയിൽ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ 2 കണ്ടീഷൻസിലാണ് പറയുന്നത്. ഇഫ് ദ ഡിസൊല്യൂഷൻ പ്രോസസ് ഈസ് എൻഡോതെർമിക്, എൻഡോതെർമിക് മീൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ സിംബോളിക് തെർമോഡൈനാമിക്സ് ടൈംസിൽ ഡെൽറ്റ സോൾ എച്ച് ഗ്രേറ്റർ ദാൻ 0 ദ സോലിബിലിറ്റി ഷുഡ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. അത് കൈനറ്റിക് തിയറിക്ക് വെച്ചാണ് അതിൻ്റെ വലിയ എലാബറേഷൻ വരുന്നത്. നിങ്ങൾ ഈ ഒരു ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് പോലെ പഠിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. കാര്യം അതിൻ്റെ മെക്കാനിസം ലെവലിലേക്ക് കൺസെപ്റ്റ് ലെവലിലേക്ക് പോകേണ്ട കാര്യം നമുക്ക് ആവശ്യമില്ല. കാര്യം ഇത് വല്ലപ്പോഴും MCQനെ കയറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇത് എല്ലാവർക്കും പെട്ടെന്ന് തിരിഞ്ഞും മറിഞ്ഞും പോകും. Same wise, if the dissolution is exothermic, that means delta sol H less than 0, the solubility should decrease with increase in temperature. ഓക്കെ, ഈ 2 സെന്റൻസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒരെണ്ണം പിടിച്ചാൽ അതിൻ്റെ ഉൾട്ട, അതിൻ്റെ നേരെ റെസിപ്രോക്കലാണ് ഈ പറഞ്ഞ എക്സോതെർമിക് പ്രോസസ്. എൻഡോ പഠിച്ചാൽ എക്സോ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ എഫക്റ്റ് ഓഫ് പ്രഷർ. നിങ്ങൾക്കറിയാം സോളിഡും ലിക്വിഡും കംപ്രസ് ചെയ്താലും അത്രയ്ക്ക് കംപ്രസ് ആകത്തില്ല. എന്ന് വെച്ചാൽ the solid and liquids, since solid and liquids are nearly incompressible, compress ചെയ്യാം സ്വല്പം, അതുകൊണ്ടാണ് നിയർലി ഇൻകംപ്രസിബിൾ എന്ന ടൈം ഉപയോഗിച്ചത്. പ്രഷർ ഹാസ് നോ എഫക്റ്റ്. എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും എഫക്റ്റ് ഓഫ് പ്രഷറുമാണ് സോലിബിലിറ്റീനെ ബാധിക്കുന്നത്. അത് ഏത് സ്ഥലത്തും നമുക്ക് 2 തരം സോലിബിലിറ്റിയാണ്, 2 ലെവൽസ് ഓഫ് ടയറിലാണ് നമുക്ക് സോലിബിലിറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഈ പറഞ്ഞതുപോലെ സോലിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡിൽ ഈ പറഞ്ഞ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറും ഉണ്ട്, എഫക്റ്റ് ഓഫ് പ്രഷറും ഉണ്ട്. അതിൽ പ്രഷറിന് അത്ര കാര്യമായി ഒരു റോളും ഇല്ല. ദാറ്റ് ഈസ് പ്രഷർ ഹാസ് നോ റോൾ ഇൻ സോലിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ മോഡ്യൂൾ 2ൽ കാണുന്നത്. മോഡ്യൂൾ 3 കുറച്ചും കൂടി പ്രയോറിറ്റി വൈസ് ഇമ്പോർട്ടൻ്റ് മോഡ്യൂളാണ്. ബിക്കോസ് നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിലെ ലാ പഠിക്കുവാണ്, ഹെൻറീസ് ലാ, വിച്ച് വി വിൽ ബി ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് മോഡ്യൂൾ 3. ഓക്കെ.